എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് കല്ലാറുകുട്ടി ഡാമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ വരാനായിട്ട് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഈ കല്ലാറുകുട്ടി ഡാം ഇവിടെ വന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമാണോ ഉണ്ടായത് ദോഷമാണോ ഉണ്ടായത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പം. കാരണം ഈ ഡാം വന്നതുകൊണ്ട് ഗുണമുണ്ടായി, വൈദ്യുതി ഉണ്ടായി. അപ്പോൾ ഇടുക്കി ജില്ലയിൽ മറ്റു പല പ്രദേശങ്ങളുണ്ട് ഡാമുള്ളത്. ഇത് ഡാം വന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടായെങ്കിലും അത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊരു ശാപമായി തീർന്നു. കാരണം ഏതാണ്ട് 3500-ലധികം ആളുകൾ ഉണ്ടോ. ഈ മലയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ പ്രദേശങ്ങളിലെല്ലാം ആൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് ഇങ്ങനെ ഈ മലകളെല്ലാം. അതുമാത്രമല്ല, ഇതാണ് കല്ലാറുകുട്ടി, ഒരു ചെറിയ സിറ്റിയാണ്. കല്ലാറുകുട്ടി, 1000 ഏക്കർ, കത്തിപ്പാറ, അതുപോലെ ഉള്ള ഈ പ്രദേശങ്ങളിലെല്ലാം ഏതാണ്ട് 3500-ലധികം കുടുംബങ്ങൾക്ക് പട്ടയമില്ല. പട്ടയം ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സർക്കാരിൻ്റെ ഒരാനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ നാട് ഇത്രയും പുരോഗമിച്ചു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു. സർക്കാർ മാറി മാറി വന്നു, ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വന്നിട്ടും ഇവിടെയുള്ള ആളുകളുടെ കണ്ണീരൊപ്പാൻ ഈ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. ഈ പട്ടയം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയി. ഇങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വോട്ടിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും വരും, വോട്ട് ചോദിക്കും, ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് ആളുകളുടെ അഭിപ്രായവും ചില ആളുകളുടെ പിന്നെ അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാം. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ബേബി. ഈ 72 വർഷം ഇവിടെ താമസിക്കുന്നു, ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്ഥലമൊക്കെ വെച്ചോ ഒരു ലോണൊക്കെ എടുക്കണമെങ്കിൽ, അതായത് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വിടാനായിട്ടുള്ള വിദ്യാഭ്യാസ ലോണ്, അതുപോലെയുള്ള ലോണൊക്കെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും നടക്കില്ല. പട്ടയമില്ലാണ്ട് നടക്കുകയില്ല. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഈ പട്ടയം ഇല്ലാത്തതുകൊണ്ട്? പട്ടയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ സ്ഥലത്തിന് പട്ടയം ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിൽ പേപ്പർ കൊണ്ട് ഇച്ചിരി കാശൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒന്നും നോക്കൂല. സർക്കാരിന് എന്തെങ്കിലും പദ്ധതികൾ ലഭിക്കുന്നുണ്ടോ? ഈ സർക്കാരിന്റെ വീടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും പദ്ധതികളൊക്കെ ലഭിക്കുന്നുണ്ടോ? വീട് എനിക്ക് പഞ്ചായത്തിൽ നിന്നും വീട് കിട്ടിയില്ല. ഈ പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അധികാരികളോട് സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? എന്താണ് അവർ പറയും? ഉടനെ തരാം, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആക്കാം. ഓരോ പാർട്ടി വരുമ്പോൾ ഇങ്ങനെ മാറി മാറി പറയും ഞങ്ങൾ ശരിയാക്കി തരാമെന്ന്. പക്ഷെ ആരും ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. 1947 എൻ്റെ മാതാപിതാക്കൾ ഇവിടെ കയറി കുടിയേറി പാർത്തത്. അന്ന് ഡാം ഇല്ലായിരുന്നു. അതിനുശേഷമാണ് കല്ലാറുകുട്ടി ഡാം വന്നത്. അല്ല, അപ്പോൾ എന്താണ് ഈ സർക്കാർ ഈ പ്രദേശത്ത് പട്ടയം തരാനായിട്ട് ബുദ്ധിമുട്ട് എന്താണ്? അവർ ഒരു വ്യക്തമായ മറുപടി വാസ്തവത്തിൽ ഇതിലൊട്ടും തരുന്നില്ല. പിന്നെ കുറച്ച് പരിസ്ഥിതി വകുപ്പുകാരൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ആളുകൾ താമസിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാം നികന്നു പോകുമെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വരുമാനം നിന്നു പോകുന്നു എന്നൊക്കെയുള്ള ഒരു മുട്ടായുക്തി മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പട്ടയം ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നത്? ഞങ്ങൾക്ക് ഇതുവരെയും യാതൊരുമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ വീടിന് ഇപ്പോൾ 3 ഇരട്ടി ആണ് വീട് പണിതതിന് ഇപ്പോൾ കര അടച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള യാതൊരുമായ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു വർഷത്തേക്ക് എങ്ങാണ്ട് 6000 രൂപ വെച്ച് കൊടുക്കുന്ന ഇതുണ്ട്, മറ്റ് പല പദ്ധതികളുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മൾ കൃഷി ഓഫീസോ മറ്റുള്ള പഞ്ചായത്തോ മറ്റ് ഇതര ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സമീപിച്ചാൽ അവർ കരമടച്ച രസീതാണ് ആദ്യമായിട്ട് അവർ ചോദിക്കുന്നത്. ആധാർ കാർഡും രണ്ടാമത് ചോദിക്കുന്നത് കരമടച്ച രസീതും ആയിട്ട്. എങ്ങനെയാ ജീവിക്കുന്ന സർക്കാരിന് എന്തെങ്കിലും ഒരു അന്വേഷണം വല്ലതും ഉണ്ടോ? അന്വേഷണം എന്നൊക്കെ പറയുന്ന ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇപ്പോൾ മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഇതുവരെയും കേരളം ഭരിച്ചു. കേന്ദ്രത്തിലാണെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 10 വർഷമായിട്ട് BJP ഗവൺമെൻറ് വന്നിരിക്കുന്നു. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഇതായിരുന്നു. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം നമ്മളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ്. ഉടനെ തരാം,
ഉടനെ തന്നെ ആ കാര്യങ്ങൾ പരിഗണിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം, ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ പരിഗണിച്ചോളാം എന്ന് പറഞ്ഞ് മാറി വരുന്ന ഗവൺമെൻറ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു വേണം പറയാൻ. വിദ്യാഭ്യാസ ലോൺ ഉണ്ട്, വളരെ തുച്ഛമായിട്ടുള്ള ഒരു 4-5 ലക്ഷം രൂപ വരെയും കിട്ടുന്ന ഇതുണ്ട്. അത് എല്ലാവരും കൊടുക്കുന്നുമില്ല. സ്ഥലം പട്ടയം വെച്ച് നമുക്ക് ഒരു ലോണും ലോൺ കിട്ടില്ല. ഇപ്പോൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിദേശത്തേക്ക് കടന്നു പോകണമെങ്കിൽ കൂടുതൽ ഏതാണ്ട് 16-17 ലക്ഷം രൂപ വേണം. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ളവർക്ക് കുഞ്ഞുങ്ങളെല്ലാം ആ രീതിയിൽ അവർ വാസ്തവത്തിൽ അവരുടെ ഭാവി മുരടിച്ച് ഇതില്ല, അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വേറെ രീതിയിൽ ധനമാർഗം കണ്ടെത്തി കൂടുതൽ പലിശ കൊടുത്ത് അവർ വാസ്തവത്തിൽ കഷ്ടപ്പെടുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ കല്ലാറുകുട്ടി പ്രദേശമൊന്നും പട്ടയമില്ല. പട്ടയമില്ലാത്തത് കൊണ്ട് ഇവിടെ സർക്കാരിൻ്റെ ഓരോ ആനുകൂല്യം ഇവിടെ കിട്ടുന്നില്ല, കൃഷി സംബന്ധമായിട്ടും കിട്ടുന്നില്ല. അപ്പം ഈ നോക്കി ഒരു കർഷകനാണിത്, അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിന് ഒരു പരിഹാരം വരുത്താത്തത് എന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നില്ല. വോട്ടിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും വരും. ഇനിയിപ്പോൾ അടുത്ത നിയമസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇനി ഇവർ പാർട്ടിക്കാർ വരും. അന്നേരം വീണ്ടും ഇത് തടയുകയാണ്. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ കർഷകരും, ഞാൻ അതിനൊരു പ്രതിനിധിയായിട്ടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒത്തിരി പ്രക്ഷോഭങ്ങളും പിന്നെ ഞങ്ങൾ അക്രമത്തിനും അനീതിക്കും മറ്റുള്ള ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. വാസ്തവത്തിൽ സാഹികെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭാവി, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേര് ഇവിടെ പഠിച്ചിട്ട് ഹയർ സ്റ്റഡീന് പോകണം. ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം പണമുള്ളവരൊക്കെ ഒത്തിരി പേര് വിദേശത്ത് കടന്നുപോയി. ഇവിടെ ഒരുമാതിരി മീഡിയം ലെവലിലും താഴത്തേക്ക് ഇടയിലുള്ള ഫാമിലീസിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഡിഗ്രി മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് ഒക്കെ നിൽക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ 2 പഞ്ചായത്തിലും അക്കരെ ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഭാവിയെ സംബന്ധിച്ച് ഒന്ന് കരുപിടിക്കുവാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ കാരണത്താൽ ഇതെല്ലാം മുടങ്ങിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യത്തിന് ചെന്നാലും നമ്മൾ കരം അടച്ച രസീത് സബ്മിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത്. അതുകൊണ്ട് ഇവിടെയുള്ളവർ വളരെ കഷ്ടപ്പെടുക. ഈ കുടുംബങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ട് ഇതൊരു വനമാക്കാൻ ഒന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല. അതുമാത്രമല്ല, ഇത്രയും പേർക്ക് അവർക്ക് അർഹതപ്പെട്ട സ്ഥലത്തിൻ്റെ വില കൊടുക്കുവാനും സർക്കാരിന് ഇന്നത്തെ രീതിയിൽ നോക്കിയാൽ നടക്കുകയില്ല. അത് ഒരു ഗവൺമെൻറ്റിനും നടക്കില്ല. കാരണം ഇന്നത്തെ സാമ്പത്തിക ഇത് വെച്ച് നോക്കുമ്പോൾ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇവിടെ പട്ടയം കൊടുക്കുന്നതിന് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല ഉള്ളൂ ഇതിൽ. അപ്പോൾ തന്നെ ഇരട്ടയാറ്, വണ്ടിപ്പെരിയാർ ആ മേഖലയിൽ ഇതിനോടകം കൊടുത്തു. അവിടെ ശക്തമായ ആളുകൾ വളരെ പ്രക്ഷോഭങ്ങൾ വർഷങ്ങളായിട്ട് അവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ വളരെയേറെ ഭയങ്കരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടന്നു. ഏതായാലും അവിടെയുള്ളവർക്കൊക്കെ പട്ടയം ഈ കഴിഞ്ഞ തവണ കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സത്യമാണ് ഇത്. പക്ഷേ ഇവിടെ ഈ മേഖലയെ സംബന്ധിച്ച് ഒരു ചിറ്റമ്മ നയമാണ് ഈ മാറി മാറി വന്ന ഗവൺമെൻറ് ഇതുവരെയും ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. 1949 അവസാനം 50 ഞങ്ങളുടെ പൂർവ്വികരൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കുടിയേറി പാർത്ത ആളുകളെ ഞങ്ങൾ. അതിൻ്റെ 2ാം തലമുറയിൽപ്പെട്ട സന്തതി പരമ്പരകളാണ്. ഞങ്ങളുടെ ആദ്യത്തെ തലമുറകളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയി. അവരുടെ അധ്വാനം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് അവരുടെ കാലത്തും പട്ടയത്തിൽ ശ്രമിച്ചെങ്കിലും പട്ടയം നടപടി ആയിട്ടില്ല. 57 മുതൽ ഇവിടെ കുറച്ച് പട്ടയം കൊടുത്തിരുന്നെങ്കിലും ചില ആളുകൾക്ക് കിട്ടി, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ആളുകൾക്ക് കിട്ടിയില്ല. ഈ പട്ടയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ പ്രശ്നങ്ങൾ, ഞങ്ങൾക്കൊരു വീട് പണിയാൻ സാധിക്കുന്നില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ ലോൺ എടുക്കാനുള്ള കിട്ടുന്നില്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 100% ഞങ്ങൾ കൃഷിക്കാരാണ്. 100% ഞങ്ങൾ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ് എന്താണ് പറയുന്നത് ഈ പട്ടയത്തെക്കുറിച്ച്? ഈ കഴിഞ്ഞ LDF സർക്കാർ അവരുടെ പ്രകടന പദ്ധതി പറഞ്ഞിരുന്നു, പദ്ധതി പ്രദേശങ്ങളിലെ 3 ജയിലിലും 10 ജയിലും ഉൾപ്പെടെ പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ ഈ അടുത്ത കാലത്ത് ഒരു സർവേ നടന്നു പോയിട്ടുണ്ട്. അത് ഇവിടെ ഒരു പ്രാരംഭ നടപടി, പട്ടയത്തിന് നടപടിയാണെന്നും പറഞ്ഞ് സർവേ നടന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായി വന്നിട്ടില്ല. അഥവാ ഈ സർക്കാർ പട്ടയം തരാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾ എന്താ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൂടുതൽ ആളുകളെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അഗസ്റ്റിൻ, കല്ലാറുകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ ചെയർമാൻ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമരസമിതി രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ഏതാണ്ട് 70 വർഷക്കാലമായിട്ട് കുടിയേറി പാർക്കുന്ന കല്ലാറുകുട്ടി നിവാസികൾക്ക് നാളിതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. ആ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മസമരത്തിലാണ് ഞങ്ങൾ
ഈ സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇവിടെ ഈ പട്ടയം തരാത്തതിൻ്റെ കാരണം എന്താണ്? ഈ കല്ലാറുകുട്ടി ഡാമിൻ്റെ പണി തീർന്നതിന് ശേഷം അതിനു മുമ്പ് ഇവിടെ കുടിയേറി പാർത്തവരാണ്. പട്ടംതാണിപ്പുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുടിയേറി ഗ്രോമോർ ഫുഡിൻ്റെ വ്യവസ്ഥയിൽ കുടിയേറി പാർത്തതിന് ശേഷം ഇവിടെ താമസിച്ച 10 ചെയിൻ മേഖല എന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ പട്ടയം കൊടുക്കാതെ മാറ്റിയിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഞങ്ങൾ കുടിയേറി പാർത്തവരാണ്, കൈവശക്കാരാണ്, കയ്യേറ്റക്കാരല്ല. അപ്പോൾ കയ്യേറ്റക്കാരില്ലാത്ത കുടിയേറി പാർക്കാൻ സർക്കാരിൽ നിർദ്ദേശമുണ്ടായ അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ വസ്തുവിന് ഞങ്ങൾക്ക് കൃത്യമായ പട്ടയം കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറി മാറി വരുന്ന സർക്കാർ ഈ വോട്ടിൻ്റെ സമയത്ത് എല്ലാവരും വോട്ട് ചോദിച്ച് വരുമല്ലോ. അപ്പം ആ സമയത്തൊക്കെ ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ ഇവർ എന്തുകൊണ്ടാണ് പാലിക്കാത്തത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ? മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പട്ടയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ഇതുവരെ സാധിച്ചിട്ടില്ല. പട്ടയമില്ലാത്തതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന മറ്റ് ഇതര ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് യാതൊരു വിധത്തിലുള്ള അവസരങ്ങളുമില്ല. നല്ലൊരു വീടുണ്ടാക്കുന്നതിനോ അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശത്തെ ജനങ്ങൾ അധിവസിക്കുന്നവരുള്ള കഴിയുന്നതിനുള്ള ഒരു വേദി ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഈ പ്രദേശത്തെ മിക്കവാറും ഈ 10 ചെയിൻ മേഖലയിലുള്ള സ്ഥലം സർവേ ചെയ്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം പട്ടയം കിട്ടിയില്ല എങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. ഗവൺമെൻറ്റിൽ പട്ടയം കിട്ടുന്നതുവരെയുള്ള പിന്നെ ശക്തമായ സമരപരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്താണ് നിങ്ങൾ അവിടെ ഒരു പ്രക്ഷോഭമായിട്ട് അല്ലെങ്കിൽ ഒരു സമരസമിതിയായിട്ട് സംഘടിച്ച എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് ഈ നാട്ടിലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം GMF പ്രോജക്റ്റ് എന്ന പദ്ധതിയിലൂടെ കുടിയേറി താമസിക്കുന്ന കർഷകരാണ് നമ്മുടെ ഹൈറേഞ്ചിൽ മൊത്തമുള്ളത്. മലയോര മേഖല മൊത്തം ഈ GMF പ്രോജക്റ്റ് എന്ന് പറയുന്ന പദ്ധതി പ്രകാരമാണ് പാലാ, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, ഈരാറ്റുപേട്ട, കോട്ടയം, അതുപോലെ നമ്മുടെ എറണാകുളം സൈഡിൽ നിന്നുള്ള എറണാകുളം, പിറവം, കോതമംഗലം, പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്ന ലൊക്കേഷനിൽ നിന്നും അധിക ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഗവൺമെൻറ് പദ്ധതിയിലൂടെ കുടിയേറി പാർത്ത ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. അല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഈ പ്രദേശത്ത് ഇടുക്കി ജില്ല പൂർണ്ണമായിട്ടും ഈ GMF പ്രൊജക്റ്റിലാണ് കുടിയേറ്റം നടന്നിട്ടുള്ളത്. പിന്നീട് ഈ വിവിധ പ്രദേശങ്ങളിലെ കുടിയേറ്റമൊക്കെ നടന്നതിന് ശേഷം അവിടെയുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് താമസിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ ആ പ്രദേശങ്ങളുടെ ഭൂമിക്ക് പട്ടയം നൽകി അവിടെ ആളുകളുടെ സൗകര്യാർത്ഥം നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അങ്ങനെ ഗവൺമെൻറ് ഏജൻസികൾ, അങ്ങനെ എല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഈ നാട്ടിലെ ഹൈറേഞ്ച് മേഖലകളിലെല്ലാം ആളുകൾ കൃഷി ചെയ്ത് അവരുടെ സന്തതി പരമ്പരകൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പ്രദേശങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ പദ്ധതികളിലൂടെ തന്നെ റൺ ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഒരു ജനത തന്നെയായിരുന്നു ഈ കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകളും. അപ്പോൾ ഈ പിന്നീട് ഈ ഭൂമികൾ, ഈ കൃഷിക്കാരെ കുടിയേറിയ ഈ ഭൂമി വൈദ്യുതി പദ്ധതികൾക്ക് അനുയോജ്യമാണ് എന്നുള്ള ഗവൺമെൻറ് ഏജൻസികളുടെ കണ്ടെത്തലുകളായിരുന്നു ഈ പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തിൽ കണ്ണീര് വീഴ്ത്താനിടയായത്. അപ്പോൾ ഈ പിറവത്തുനിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ ഒരു കാലഘട്ടത്തിലെ കേരള ജനതയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് മലയോര മണ്ണിലേക്ക് താൻ പോരുമയും തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയുമുള്ള ജനങ്ങൾ തെരഞ്ഞുപിടിച്ച് അവർക്ക് വിത്തും പണവും ഒക്കെ കൊടുത്ത് അവർക്ക് വലിയ ആശാവഹമായിട്ടുള്ള വാഗ്ദാനങ്ങളും നൽകി സർക്കാരും ഗവൺമെൻറ്റുകളും വാഗ്ദാനങ്ങൾ നൽകി മലയോരത്തിൻ്റെ മേഖലകളിലേക്ക് ഇവിടെ വലിയ ക്രൂരമായ വിഷപ്പാമ്പുകളും മലമ്പനി പോലെയുള്ള വലിയ അസുഖങ്ങളും ആന, പുലി, കടുവ എന്ന് തുടങ്ങിയ ക്രൂര മൃഗങ്ങളെയുമൊക്കെ നേരിട്ട് ഒരു കാലഘട്ടത്തെ മനുഷ്യൻ്റെ മൊത്തം വിശപ്പ് മാറ്റിയ ജനതയാണ് ഈ ഹൈറേഞ്ചിലുള്ളത്. അങ്ങനെ ഈ കല്ലാർകുട്ടി പ്രദേശത്തെ ജനങ്ങളും ഇവിടെ താമസിച്ച്
അവരുടെ സന്തതി പരമ്പരകൾ ഞങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയുമെന്നും അവർക്ക് ഗവൺമെൻറ്റുകൾ ഇവിടെ സ്കൂളുകളുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും, ഞങ്ങൾ അതിനുവേണ്ടി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുന്ന ആൾക്കാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ജീവിച്ചു വരുമ്പോഴാണ് വിശപ്പ് മാറിയപ്പോൾ ലോ റേഞ്ചിലുള്ളവൻ്റെ സുഖം പോരാ, അപ്പോൾ അവന് വിശറി വേണം, AC വേണം, മിന്നുന്ന ബൾബ് വേണം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വൈദ്യുതി പദ്ധതികൾ വേണം, അതിനുള്ള തന്ത്രപ്പാടിലായി. അങ്ങനെ മലയോര മണ്ണിൽ ഹൈഡ്രോ ഇലക്ട്രോ പ്രൊജക്റ്റുകൾ നടത്താം, അത് പണിയാം, അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അത് സീറോ കോസ്റ്റ് ഉൽപ്പാദന ചെലവിൽ തന്നെ ആ വൈദ്യുതി പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം പതിറ്റാണ്ടുകളോളം ഈ നാട്ടിലേക്ക് വൈദ്യുതി കിട്ടും എന്നൊക്കെയായി. അപ്പോൾ അങ്ങനെ വൈദ്യുതി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള സർവേ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ കല്ലാറുകുട്ടി ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ വിവിധ ഡാമുകൾ പണിയുവാൻ ആരംഭിച്ചു. അപ്പോൾ ഡാമുകളൊക്കെ പണിയാൻ ആരംഭിച്ചപ്പോഴും ഈ പ്രദേശത്തെ ജനങ്ങൾ പതിയിരിക്കുന്ന ഒരു അപകടം, വരാൻ പോകുന്ന ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിക്ക് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണല്ലോ, ഞങ്ങൾ ചുമ്മാ ഒരു ദിവസം പിറവത്തോടെ നടന്ന ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനെ പിടിച്ച് അവനിവിടെ ഇങ്ങു വന്ന് ഇവിടെ ഭൂമി കയ്യേറി ഇവിടെ ഉണ്ടാകുന്ന തടിയൊക്കെ കാട്ടുതടിയെല്ലാം വെട്ടിവിറ്റ് അവൻ ജീവിച്ചവനല്ല. അവൻ ഒരു കാലഘട്ടത്തിലെ ഗവൺമെന്റുകളുടെ വാഗ്ദാനത്തിൽ വന്നവനാ. അപ്പോൾ അവൻ എന്ത് ചിന്തിച്ചു എന്ന് വിചാരിച്ചാൽ, അങ്ങനെ ചുമ്മാ ഇറക്കിയൊന്നും വിടത്തില്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അർഹമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങളൊക്കെ നൽകി ഗവൺമെൻറ്റുകൾ ഞങ്ങളെ പുനരധിവാസം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ വൈദ്യുതി പദ്ധതികളൊക്കെ പണിയുവാൻ പോകുന്നത് എന്ന് വിശ്വസിച്ചാണ് ഇവിടുത്തെ കർഷകർ ഇരുന്നത്. പക്ഷേ വൈദ്യുതി പദ്ധതി പണിക്ക് വേണ്ടിയിട്ട് 1.5 ഏക്കർ സ്ഥലം കല്ലാറുകുട്ടി ഡാമിൻ്റെ ആ ഒരു പ്രദേശം, നമ്മൾ ആ ഒരു വരുന്ന വഴിക്ക് കണ്ട ആ ഡാമിൻ്റെ ആ ഒരു പ്രദേശം പണിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം 1.5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തു. അവിടെയുള്ള ജനങ്ങളെ, അവിടെ താമസിച്ചിരുന്ന കുറച്ച് ആളുകളെ മാത്രം മാറ്റി പാർപ്പിച്ചു. ഇന്ന് കാണുന്ന ആ കോൺക്രീറ്റ് ബിൽഡപ്പ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1964 ആ പദ്ധതി ആരംഭിച്ചത്. അത് 66 ആയപ്പോഴത്തേക്കും ആ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു. 68 പൂർത്തീകരിക്കപ്പെട്ടു. 68 പൂർത്തീകരിക്കപ്പെട്ടപ്പോഴത്തേക്കും ഈ ആളുകൾ ഇങ്ങനെ, ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അന്നത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അവർ വർഷങ്ങളായി ഈ പ്രദേശത്തേക്ക് കുടിയേറി താമസിച്ചിട്ട് നാടുമായിട്ടുള്ള അവരുടെ ജന്മനാടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടു തുടങ്ങി. യാത്രാമാർഗ്ഗ സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. കയ്യിൽ പൈസയില്ല, മക്കളുണ്ട്. ജനറേഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അന്നത്തെ അറിയിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ അറിയിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അന്ന് റേഡിയോയൊക്കെയാണുള്ളത്. പത്രം അച്ചടിച്ച് കിട്ടുന്ന പത്രമൊക്കെ ദിവസങ്ങൾക്ക് ശേഷം മാത്രം ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെണ്ടകുട്ടി അറിയിച്ചു, കല്ലാറുകുട്ടി ഡാമിൻ്റെ ഷട്ടർ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആളുകൾ, ഈ ഡാമിൻ്റെ വെള്ളം കയറാൻ സാധ്യതയുള്ള ആ സ്ഥലങ്ങളിലെ ആളുകൾ മാറി താമസിക്കണം. തലേ ദിവസം അല്ലെ 3 ദിവസം മുമ്പ് പറയുകയാണ്, നിങ്ങൾ മാറി താമസിച്ചോ, ഇവിടെ ഞങ്ങൾ കല്ലാറുകുട്ടി ഡാമിൻ്റെ ഷട്ടർ അടയ്ക്കാൻ പോവുക. അങ്ങനെ ഈ അന്നൊക്കെ ഒരു ചുട്ടിത്തോർത്തും പാളത്തൊപ്പിയും മാത്രമായിരിക്കും ഒരു കൃഷിക്കാരൻ്റെ ഒരു വസ്ത്രം. കാരണം 2-3 വസ്ത്രങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ ശേഷിയോ ഒന്നും ഇല്ല. ഇതൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു പഴയ കഥകളല്ല, എൻ്റെ ചാച്ചൻ്റെ അപ്പച്ചൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നവരാണ് ഈ പ്രദേശത്തുള്ള 3500 കുടുംബങ്ങളിലും എന്നെ പോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുകയാണ്, നീ താമസിക്കുന്ന, നീ നിൻ്റെ മക്കളെ കെട്ടിച്ചയക്കാൻ, നീ നിൻ്റെ മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി, മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒക്കെ നീ കരുതി വെച്ചിരിക്കുന്ന മൂലധനങ്ങളും നിൻ്റെ കൃഷികളും എല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ ആടുമാടുകളെയും നിൻ്റെ കിടക്കപ്പായും ഒക്കെ ചുവന്നുകൊണ്ട് പായും ചുരുട്ടി നീ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിക്കോ, ഞങ്ങൾ കല്ലാറുകുട്ടി ഡാമിൻ്റെ ഷട്ടർ അടയ്ക്കും. ഇത്ര നീചമായ പ്രവൃത്തിയാണ്. പക്ഷേ ഈ കെട്ടിയോളയും പിടിച്ച് മക്കളെയും കയ്യെ പിടിച്ചുകൊണ്ട് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചുട്ടിത്തോർത്തിൻ്റെ തുമ്പ് വായിലേക്ക് കുത്തിത്തിരികി മലയിലെ ഉയർന്ന പ്രദേശത്തേക്ക് മാറി താമസിച്ചവരാണ് ഇന്ന് ഈ കല്ലാറുകുട്ടി ഡാമിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ. അത്ര ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. വലിയ ചതിയാണ് ചെയ്തത്. പിന്നെ ചതിയാണോന്നോ, ആ ചതി അന്ന് പ്രതികരിക്കാനോ ആ ചതി പുറം ലോകത്തെ അറിയിക്കുവാനോ പോലും യാതൊരു ശേഷിയും നിവൃത്തിയും ഇല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു അത്.
അങ്ങനെ ഒരു സമൂഹത്തെ സർക്കാർ വഞ്ചിച്ച ഒരു കഥയാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ, അത് ഈ കഥ മാത്രമല്ല, അന്ന് പൊന്മുടി കല്ലാർകുട്ടി ഡാമിന്റെ കാച്ചുമെന്റ് ഏരിയയിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ പൊന്മുടി ഡാമിന്റെ കാച്ചുമെന്റ് ഏരിയയിൽ സംഭവിച്ചത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ കുടിയിറക്കാനായിട്ട് ഗവൺമെന്റ് ഏജൻസികൾ ചെന്നപ്പോൾ പോലീസും അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചെന്നപ്പോൾ കുടിയിറങ്ങി പോകാനായിട്ട് അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവാത്ത ആളുകളെ ക്രൂരമായിട്ട് ജിന്ന സാഹിബ് എന്ന് പറയുന്ന ഒരു DYSP ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് തൊടുപുഴ DYSP ആയിരുന്നു. തൊടുപുഴ DYSPയുടെ അണ്ടറിലായിരുന്നു ഈ പ്രദേശങ്ങൾ മൊത്തം. അദ്ദേഹം ചെയ്ത ക്രൂരത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അത് പുറത്തു പറയാൻ അഭിമാനം കൊണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് പുറത്തറിയിക്കാത്ത സ്ത്രീകൾ വരെയുണ്ട്. അത്രയ്ക്ക് ക്രൂരമായ നരനായാട്ടായിരുന്നു പൊന്മുടിയിലൊക്കെ നടന്നത്. അതുപോലെ അത്ര ചൂഷണം ചെയ്ത ഒരു ജനതയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ആ കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടർ അടച്ചതിന് ശേഷം ഇന്ന് ഏകദേശം 75 വർഷത്തോളം ആകാൻ പോവുക. ഈ 75 വർഷത്തോളമായിട്ട് 1 ഏക്കർ ഭൂമി അല്ല 2 ഏക്കർ ഭൂമി അല്ല 5 ഏക്കർ ഭൂമിയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകൾക്ക് അത് 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ആയിട്ട് ചുരുങ്ങിപ്പോയി. ബാക്കി ഇതിൻ്റെ മുകളിലേക്കുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ ചുരുങ്ങിയ സ്ഥലത്തേക്ക് പിന്നീടും തൊഴുത്തു പോലെയുള്ള മാടം വെച്ച് പിന്നെയും താമസമുറപ്പിച്ച ആ ആളുകൾക്ക് ഇന്ന് ഈ ബാക്കിയുള്ള പ്രദേശം ഭൂമി 10 ചെയിൻ വൈഡ് ഫീറ്റ് ഏരിയ, അതായത് ഡാമുകളുടെ സംരക്ഷണത്തിന് എന്നോണം അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുകളാണ് ഡാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ 10 ചെയിൻ മേഖല സംരക്ഷിത പ്രദേശമാക്കി മാറ്റിയത്. അങ്ങനെ ഒരു സംരക്ഷിത പ്രദേശമാക്കി മാറ്റി ഈ ചുറ്റുവട്ടങ്ങളിലുള്ള 10 ചെയിൻ വൈഡ് ഫീറ്റ് ഏരിയ ഏകദേശം 200 മീറ്റർ വെർട്ടിക്കൽ ലൈൻ, അതായത് ഈ മലഞ്ചെരിവുകളെല്ലാം ഈ ഡാമിൻ്റെ സംരക്ഷിത ഏരിയ അങ്ങനെ ഈ സംരക്ഷിത പ്രദേശമാക്കി നിശ്ചയിക്കുകയും ചെയ്തു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി അലോട്ട്മെൻറ്റ് കിട്ടി, അതിന് ഭൂമിക്ക് പട്ടയം ഉണ്ടായിരുന്ന കൃഷിക്കാരുണ്ട്. അവരുടെ ഭൂമിയുടെ പട്ടയം റദ്ദ് ചെയ്യപ്പെട്ടു. 1952, 53, 54 കാലഘട്ടങ്ങളിലൊക്കെ 56 കരമടച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ആ ഭൂമിക്ക് കരമടയ്ക്കാൻ പറ്റത്തില്ല. ഈ അക്കരെ കാണുന്ന പ്രദേശങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഭൂമികളാണ്. അപ്പോൾ അങ്ങനെ ഈ കൃഷിഭൂമികളുടെ പട്ടയം റദ്ദ് ചെയ്യപ്പെട്ടു. അതോടുകൂടി എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് സർക്കാർ ഭൂമിയാണോ? അല്ല. എന്നാൽ കൃഷിക്കാരൻ്റെയാണോ? അല്ല. അങ്ങനെ 73 വർഷമായിട്ട് ഈ ഭൂമിക്ക് യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രേഖകളും ഇല്ലാതെ ഉടമസ്ഥൻ ഞാനാണോ എന്ന് ചോദിച്ചാൽ വാക്കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ അത് എൻ്റേതാണ്. അയലക്കംകാരൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അവൻ്റെ വായ്ത്തലയ്ക്കാണ് മൂർച്ച കൂടുതലെങ്കിൽ അത് അവൻ്റെയാണ്. അങ്ങനെ ആ രീതിയിൽ ഈ ആളുകളെ വളരെ ചൂഷണം നടത്തുന്ന രീതിയിൽ ഈ ആളുകളെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുക. ഇത് ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി മാത്രമല്ല, പൊന്മുടിയുണ്ട്, ഇരട്ടയാർ ഡാമുണ്ട്, ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളായിട്ടുള്ള അയ്യപ്പൻകോവിൽ, ഉപ്പുറ തുടങ്ങിയ പ്രദേശങ്ങളുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ആശാനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന ഇരട്ടയാർ ഡാമിൻ്റെ ഉടുമ്പൻചോല താലൂക്കിലുള്ള പ്രദേശങ്ങൾക്ക് അദ്ദേഹം വളരെ സ്പെഷ്യലായിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്ത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പട്ടയം കൊടുത്തു. ഡാമിൻ്റെ കാച്ചുമെന്റ് ഏരിയയിൽ പൂർണ്ണമായിട്ട് പട്ടയം കൊടുത്തു. പൂർണ്ണമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MWL മാക്സിമം വെള്ളം കയറുന്ന പ്രദേശം മുതൽ മുകളിലോട്ടുള്ള കൃഷിക്കാർക്ക് പൂർണ്ണമായിട്ടും പട്ടയം കൊടുത്തു. ഈ കൃഷിക്കാരെല്ലാം ഈ ഡാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ കൃഷിക്കാർ താമസിക്കുന്ന ഈ ഡാമിൻ്റെ ഈ മേഖല മൊത്തം ഇന്ന് ഈ 10 ചെയിൻ വൈഡ് ഫീറ്റ് ഏരിയ സംരക്ഷിത പ്രദേശമാക്കി മാറ്റിയിരിക്കുന്ന പ്രദേശം മൊത്തം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇവിടുത്തെ കൃഷിക്കാർ താമസിക്കുന്നതാണ്. അവർ തന്നാണ്ട് കൃഷികൾ നടത്തുന്നുണ്ട്, സ്ഥിരദേഹണങ്ങൾ നടത്തുന്നുണ്ട്, അവിടെ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നുണ്ട്, അവർ വീട് വയ്ക്കുന്നുണ്ട്, അവരുടെ വാസയോഗ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവർ ഇവിടെ ഒരുക്കി തന്നെ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ ഡാമിൻ്റെ സംരക്ഷണ ഏജൻസികൾ പറയുന്നത്, അപ്പോൾ ഇരട്ടയാറും അയ്യപ്പൻകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് എം മണി ആശാൻ്റെ ഗവൺമെൻറ് പട്ടയം കൊടുത്തു, MWL പൂർണ്ണമായിട്ടും കൊടുത്തു. ഈ പൊതുസമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പൊതുസമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എറണാകുളംകാരൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാമുകളുടെ കാശ്മീരിലേക്ക് പട്ടയം കൊടുക്കാൻ പറ്റുമോ? ഇടുക്കിയൊക്കെ മൊത്തം സംരക്ഷിക്കേണ്ടതല്ലേ? ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കേണ്ട ഒരു മേഖലയാണല്ലോ. കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് അവൻ്റെയൊക്കെ കാഴ്ചപ്പാട്. ഒരു കാലഘട്ടത്തിൽ അവൻ്റെ അപ്പൂപ്പന് വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് പണിയെടുത്തത് ഈ പാവപ്പെട്ട കൃഷിക്കാരനാണ്. കേരളത്തിൻ്റെ പെരുമപ്പെട്ട കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹൈറേഞ്ചിൽ നിന്നാണ്. കുരുമുളക് മാത്രമല്ല, ഏലം എന്ന് പറയുന്ന എല്ലാവിധ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹൈറേഞ്ചിൽ നിന്നാണ്.
ഈ ഹൈ റേഞ്ചിലെ കൃഷിക്കാരൻ ഈ പണി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ അന്നം മുട്ടും. അതെ. എന്നേച്ചും ഇവൻ ചൂണ്ടുന്നത് ഈ കൃഷിക്കാരനെ നേരെയാണ് ചൂണ്ടുന്നത്, വിരൽ ചൂണ്ടുന്നത്. കപട പരിസ്ഥിതിവാദികളായിട്ടുള്ള ഈ ആളുകളുടെ ചിന്ത ഇപ്പോഴും ഇവിടേക്ക് ഇനിയും പട്ടയം കൊടുക്കാവുന്ന. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 47 ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇവർ കയ്യേറ്റം നടത്തി, ഇവിടെ ഡാം പണിതു, ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം തന്നുകൂടെ? ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഞങ്ങൾക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉള്ള മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള കൊച്ചി വന്ന് താമസിച്ചു നിർത്തി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെടുത്തോ, പക്ഷേ ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം തന്നേക്കട്ടെ, ഞങ്ങൾ പോയിക്കോളാം. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം പാസ്റ്റേ നിങ്ങൾ എടുക്കുന്ന സംഭവം എനിക്കതിൻ്റെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അതിൻ്റെ ഇത് തന്നിട്ട് വേണ്ടേ എൻ്റെ മൂലധനത്തിൻ്റെ ഇത് തന്നല്ലോ. പട്ടയം ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പട്ടയം ഇല്ലാത്തത് കൊണ്ട് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും വിദ്യാഭ്യാസ ലോൺ വേണം. ഒരു വിദ്യാഭ്യാസ ലോൺ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആളുകൾ ഹൈ എഡ്യൂക്കേഷൻ ഉള്ളവരൊന്നുമല്ല. മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു ഡിഗ്രി വരെയൊക്കെ പോയേക്കാം. അതിൽ കൂടുതലൊന്നും ഗ്രാജുവേഷൻ ലെവലിൽ കഴിഞ്ഞാലൊന്നും ആരും പോകുന്നില്ല. കാരണം അതിന് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല. എത്ര കുടുംബക്കാരുണ്ടായിരിക്കും? 3500ഓളം ഫാമിലി, 12000ഓളം വരുന്നൊരു പോപ്പുലേഷൻ ഈ ഡാമിൻ്റെ മാത്രം ചുറ്റുവട്ടത്തിലുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ടത് 3500 കുടുംബങ്ങൾ ഇവിടെയുണ്ട്, ഏതാണ്ട് 12000-ലധികം പോപ്പുലേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രദേശത്ത് ഈ ഡാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ പട്ടയം കൊടുക്കുകയില്ല എന്ന് പറയുന്നത് ഈ ജനത്തോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്, ഒരു ചതിയാണ്, അല്ലേ? പിന്നെ ചതി. ഞങ്ങൾ പട്ടയം ആവശ്യപ്പെട്ടുകൊണ്ട് 2016 മുതൽ സജീവമായി സമരരംഗത്തുള്ള ഒരാളാണ്. ഈ എന്നോട് പറഞ്ഞല്ലോ ഈ ലോൺ ലഭിക്കുന്നില്ല, പിന്നെ എന്തൊക്കെയാണ്? ഗവൺമെൻറ് കാർഷിക മേഖലയിലെ പുനരുദ്ധാരണത്തിനും അതുപോലെ കാർഷിക മേഖലയുടെ ഡെവലപ്മെൻറ്റ്സിനും വേണ്ടി ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന, സർക്കാർ ഏജൻസികൾ കൊടുക്കുന്ന സബ്സിഡികൾ, അതൊന്നും ഈ മേഖലയിലെ കൃഷിക്കാർക്ക് ലഭിക്കില്ല. കാരണം ഭൂമിയുടെ ആധികാരികമായ രേഖയില്ലല്ലോ. അതുപോലെ വീട് വെക്കാൻ പെർമിറ്റ് ലഭിക്കുക എന്നുള്ളത് നടക്കില്ല. ഇന്ന് ഈ കാർഷിക മേഖല ഭയങ്കരമായ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക വിളകൾക്ക് അർഹമായിട്ടുള്ള ഒരു വില ലഭിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു കണ്ണീരായിരുന്നു ഈ കല്ലാർകുട്ടി ഡാമെങ്കിൽ. ഇന്ന് ഈ ടൂറിസത്തിന് വലിയ അനന്തമായ സാധ്യതയുള്ള ഈ സമയത്ത് ഈ കല്ലാർകുട്ടി ഡാം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിക്കാർക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധ്യതകളുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഒരു ഹോം സ്റ്റേ പണിയുന്നതിനോ അല്ലെങ്കിൽ ഒരു മറ്റ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഇവിടെ പെർമിറ്റ് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു വീട് വെക്കുക എന്നുള്ളത് സ്വപ്നമാണ്. വളരെ ലക്കി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ ലോട്ടറി അടിച്ച പോലെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു നല്ല വീട് വെക്കാൻ പറ്റുള്ളൂ. ഈ പ്രദേശത്തെ ശ്രദ്ധിച്ചറിയാം, ഒരു ബഹുനില കെട്ടിടങ്ങളോ ഒരു സൗകര്യങ്ങളുള്ള വീടുകളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡ് പോലെയുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഇവിടെ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും യാത്രാമാർഗ സംവിധാനങ്ങളല്ലാതെ പുതിയ ഒരു യാത്രാ റോഡുകൾ പോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഇവിടെ പ്രായോഗികമല്ല. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിച്ചില്ലേ? പിന്നെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർഷമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു നിരന്തര പരിശ്രമത്തിന് അത് ഈ ഡാം ആരംഭിച്ച കാലം മുതൽ ഇവിടെ ഒരു സമരസമിതിയുണ്ട്. ആ സമരസമിതി തലമുറകളായിട്ട് ഇങ്ങനെ സമരം ചെയ്തു വരുന്നു. 2016 മുതൽ ആ സമരസമിതിയിലെ സജീവ പ്രവർത്തകനാണ്. സമരസമിതിയുടെ നേതൃത്വം ഏറ്റെടുത്ത് ആ സമരം നയിക്കുന്ന ആളാണ് ഞാൻ ആ സമരസമിതിയുടെ ജനറൽ കൺവീനറാണ്. ഞങ്ങൾ അനവധി സമരങ്ങളും നിവേദനങ്ങളും ഒക്കെ UDF ഗവൺമെന്റിന്റെ ഇതിനും പിണറായി ഗവൺമെന്റ് തൊട്ടുമുള്ള UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിനും അതുപോലെ ഒന്നാം പിണറായി ഗവൺമെൻറ്, ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിലും ഞങ്ങൾ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ ആയിട്ട് നിരന്തരം ഞങ്ങൾക്ക് പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ തരാം എന്നുള്ളൊരു വാഗ്ദാനം മാത്രമാണ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ ഇലക്ഷൻ കാലഘട്ടങ്ങളിലും സജീവമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. പിന്നീട് ആ ചർച്ചകളൊക്കെ അവസാനിക്കും. ഈ മെയിനായിട്ട് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മേഖലയിൽ വിദ്യാഭ്യാസക്കുറവുള്ള ജനങ്ങളുള്ളത് തന്നെയായ പ്രശ്നം. കാരണം സർക്കാർ ഏജൻസികളിലൊന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നും ഞങ്ങളുടെ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരില്ല. ഞങ്ങൾ ഇപ്പോഴും ഭരിക്കാനായിട്ടും ഭരിപ്പിക്കപ്പെടാനുമായിട്ടും വരുന്നവരെല്ലാം ലോ റേഞ്ചുകാരാണ്. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇടുക്കി ജില്ലയിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ അവരത്ര ശുഷ്കാന്തിയോടുകൂടി സംസാരിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ അറിവ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഈ പ്രദേശത്തെ ഭൂമിയുടെ സർവേ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്.
സർവേ ഈ ലാസ്റ്റ് ഒരു 3 to 4 days മുമ്പാണ് ഇത് സർവേ പൂർത്തീകരിച്ച്. മാസങ്ങളായിട്ട് സർവേ നടക്കുകയായിരുന്നു. അപ്പോൾ സർവേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഈ ഭൂമിക്ക് പട്ടയം ഗവൺമെൻറ് തരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ മുഖമില്ലാതെ തന്നെ ഈ പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടാണല്ലോ നമുക്ക് സമരം ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ ഗവൺമെൻറ് അടുത്ത് ശക്തമായിട്ടുള്ള സമര പരിപാടികളിലൂടെ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ് അവർ ഈ വോട്ടിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഭവന സന്ദർശനം നടത്തുമല്ലോ. അതെ അതെ. അപ്പോൾ ആ സമയത്തൊക്കെ അവരെന്താ പറയുന്നത്? ആ സമയത്താണല്ലോ പൗരൻ ഏറ്റവും കൂടുതൽ വിലയുള്ള സമയത്ത്. ആ സമയത്ത് വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരിക്കും. ഉടനെ പട്ടയം. അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരുന്ന ഡീൻ കുര്യാക്കോസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ MLA ആരാ? ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശം ഇത് കൊന്നത്തടി വില്ലേജിലാണ്. കൊന്നത്തടി വില്ലേജ് ഇടുക്കി താലൂക്കിലാണ്. ഇടുക്കി താലൂക്കിൻ്റെ MLA നമ്മുടെ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്. പക്ഷേ മന്ത്രിയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അദ്ദേഹത്തോട് ഞങ്ങൾ പലപ്പോഴും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വളരെ ഇൻട്രസ്റ്റിംഗ് എടുത്ത് റോഷി അഗസ്റ്റിൻ MLA അദ്ദേഹത്തിൻ്റെ ഈ പ്രദേശ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൻ്റെ ഈ വിഷയം പരിഹരിക്കണമെന്ന് തീരുമാനിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. കാരണം ഒരു ഹൈറേഞ്ചുകാരനായിട്ടുള്ള കാർഷിക മേഖലയിൽ നിൽക്കുന്ന റോഷി അഗസ്റ്റിൻ അദ്ദേഹം MLA ആണ്, മന്ത്രിയാണ്. അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഞങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിന്റെ ഇതുവരെയുള്ള പ്രോഗ്രസിനെ കുറിച്ചും ഈ സമരം ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ നിന്ന് തന്നെ അനേക പ്രാവശ്യം MLA ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു, ഒരു പ്രതീക്ഷയാണ്. പിന്നെ കാരണം മണിയാശൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പട്ടയം കൊടുത്തു. അപ്പോൾ സമരസമിതിയിൽ ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയും ഈ പ്രാവശ്യം നമ്മുടെ കാര്യം നടക്കൂടാവേ. കാരണം നമ്മുടെ പ്രദേശത്ത് നിന്നാണല്ലോ റോഷി അഗസ്റ്റിൻ MLA. അപ്പോൾ അദ്ദേഹം വകുപ്പിൻ്റെ MLA അല്ലെങ്കിൽ കൂടി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ടാകും. അപ്പോൾ നമ്മുടെ വിഷയം പരിഹരിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വലിയ ഒരു പ്രതികരണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമൂഹത്തിന് ഗുണമില്ലാത്ത ആരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞങ്ങളിനി അടുത്ത ഞങ്ങളുടെ ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരണത്തിലേക്ക് പോകാൻ പോവുക. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ മുതൽ അത് സ്റ്റഡി ചെയ്യും. ഈ പ്രദേശത്തെ ഈ വിഷയം പരിഹരിക്കാതെ ഞങ്ങളുടെ മേഖലകളിലെ കൃഷിക്കാരുടെ അടുത്ത് വോട്ട് ചോദിച്ചുകൊണ്ടോ വരണ്ട, ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ഞങ്ങളെ അറിയാനായിട്ട് താല്പര്യമില്ലാത്ത ജനപ്രതിനിധികളെ ഞങ്ങൾക്ക് എന്തിനാ? ഞാനൊരു കാര്യം അതിനകത്ത് സ്പെഷ്യലായിട്ടൊരു കാര്യമുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ നമ്മളുടെ ഒരു അടിസ്ഥാന വിഷയത്തെ ഗവൺമെൻറ്റുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വാർഡ് തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കാണ്. ആ മെമ്പർ ആ വിഷയം ആദ്യത്തെ ഈ സബ്ജക്റ്റ് ഉന്നയിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കമ്മിറ്റികളിലാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കാനും സംസാരിക്കാനും ഉള്ളത്. നിർഭാഗ്യം നമ്മളുടെ ഒരു പൊതു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് വിഹിതം വിനിയോഗിക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും എന്നാണ് ഇപ്പോഴത്തെ ഒരു വെപ്പ്. വലിയ ദുഃഖമുണ്ട്. ആ ദുഃഖമുണ്ട്. പിന്നെ വേറെ ഒന്നിലും ഞങ്ങൾക്ക് റോളൊന്നുമില്ല. ഞങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ 50 കോഴി പഞ്ചായത്തിലേക്ക് വന്നത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര വാർഡുണ്ടോ അതിലേക്ക് പോവുക. അതിന് ഞങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ അത്തരം ഒരു മാനദണ്ഡങ്ങളെ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ യാത്ര എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തൂൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു ഏരിയ കവർ ചെയ്ത് പോകുന്ന മേഖലയാണ് ഈ കാശ്മീർ ഏരിയ പ്രദേശം. അത് വെള്ളത്തൂൽ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഈ കാശ്മീരിൽ പട്ടയം കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എൻ്റെ പഞ്ചായത്തിലെ ഈ വിഷയം പരിഹരിക്കാതെ തിരിച്ചൊരു യാത്രയില്ലാന്ന് പോയി നിരാഹാരം കിടക്കും. അതായിരിക്കും ഞാൻ ആദ്യം ചെയ്യാൻ പോവുക. ആദ്യമേ ചെയ്യേണ്ടത് അതായിരിക്കുള്ളൂ. അല്ലാതെ എന്നെ നോമിനേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന ജനങ്ങളോട് എനിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. കോഴിയെ അതുപോലെ ആടിനെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഒരു പഞ്ചായത്ത് മെമ്പർ? ശരിക്കും അതാണ് എന്നാണ് ഇവരുടെ ഒരു ധാരണ. അതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുക, അത് കറക്റ്റായിട്ട് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിട്ട് കലുങ്ക് പണിയുക, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടമാടുന്ന ഒരു പരിപാടി. ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും ഈ നാട് ചൊവ്വാവില്ല. അതായത് ഒരു പഞ്ചായത്ത് മെമ്പറിനും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്ക്
MLA MP ഇവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് ആ സമൂഹത്തോട്. അവർ ഏത് പ്രദേശത്താണോ ഏത് നിയോജക മണ്ഡലത്തിലാണോ എന്നാണോ ജയിച്ചത് ആ നിയോജക മണ്ഡലത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളെ കണ്ടെത്താനും അത് പരിഹരിക്കാനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വോട്ടിൻ്റെ സമയത്ത് എല്ലാവരും വന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. വോട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളവരെ മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നാലും അവരെ കാണുകയില്ല. പിന്നെ അവരുടെ സെക്രട്ടറിനെ വിളിക്കണം, മറ്റ് കമ്മിറ്റിക്കാരെ വിളിക്കണം, റെക്കമെൻഡ് വേണം. ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിലേ ഒരു MLA-നെ MP-നെയൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഈ രണ്ട് MLA-മാരുണ്ട്. അതായത് 3500 പേര് താമസിക്കുന്ന ഒരു പ്രദേശത്ത് പട്ടയമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, കാർഷിക വായ്പകൾ ലഭിക്കുന്നില്ല, ഒന്നുമില്ല. ഒരു കാര്യം ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൃഷി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഈ എറണാകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തൊക്കെ കിടക്കുന്നവൻ നേരെ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് കഴിയില്ല. ഒക്കെ പോട്ടെ, ഇടുക്കി ജില്ലയിലെ ഡാമുകളില്ലെങ്കിൽ എങ്ങനെയാവും വെട്ടം കാണും, എങ്ങനെ വെളിച്ചം കാണും, അവൻ്റെ AC എങ്ങനെ പ്രവർത്തിക്കപ്പെടും ഒക്കെ. അതും ഒരു കാര്യം ഒരു കാര്യം ചോദിക്കട്ടെ. 65-ൽ 68-ൽ കമ്മീഷൻ ചെയ്തു. അന്ന് മുതൽ ഈ വൈദ്യുതി നിലയത്തിൽ നിന്ന് ഇതിൻ്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ CSR ഫണ്ട് മതിയായിരുന്നല്ലോ ഞങ്ങളുടെ വിഷയങ്ങളൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അത് മതിയല്ലോ. ഇവിടെ നിന്ന് നമ്മുടെ ഈ റിസോഴ്സ് എല്ലാം അവർ കൊണ്ടുപോവാണ്, കാശാക്കി കൊണ്ടുപോവാണ്. അതിന്റെ CSR ഫണ്ട് അതിന്റെ ഒന്നും ഇവിടെ ചെലവഴിക്കുന്നില്ല. അതിന്റെ ഒരു പെർസെൻറ്റേജ് അത് വിനിയോഗിച്ചായിരുന്നെങ്കിൽ ഈ 10 ചെയിൻ മേഖലയിലെ കൃഷിക്കാരെ വേണമെങ്കിൽ മൊത്തം കുടിയൊഴിപ്പിക്കട്ടെ. അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഈ ജെയിംസ് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം വളരെ ദീർഘവർഷങ്ങളായിട്ട് ഈ സംരക്ഷണ സമിതിയുമായിട്ട് ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് കൺവീനറായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെ മാനസിക വിഷമങ്ങൾ, അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ലോൺ ലഭിക്കാത്ത ബുദ്ധിമുട്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലായ്മ, ഇതെല്ലാം ഈ ആളുകൾ വന്ന് ഈ സമരസമിതിയോടൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്നേഹമുള്ളവന്, സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരാളെ സംബന്ധിച്ച് അവനൊരു വികാരം കൊള്ളും. ശരിയാണ്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ പ്രദേശങ്ങളാണ്? അതിൻ്റെ പേരൊക്കെ ഒന്ന് പറയാം. കല്ലാറുകുട്ടി, ഇത് വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തിൻ്റെ, അതായത് മുതിരപ്പുഴ തുടങ്ങി വെള്ളത്തൂവലിൻ്റെ എൻഡ് വരെ ഉള്ള പ്രദേശത്ത് ഏകദേശം 516 കുടുംബങ്ങൾക്കാണ് ഈ പ്രദേശ പട്ടയം കിട്ടാനുള്ളത്. കാശ്മീർ ഏരിയയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ വെള്ളത്തൂവൽ ടൗൺ, അതുപോലെ ചെല്ലിയാമ്പാറ, തോട്ടാപ്പുര, അതുപോലെ കല്ലാറുകുട്ടി റേഷൻ കട സിറ്റി, കല്ലാറുകുട്ടി ജംഗ്ഷൻ, ഡാമിൻ്റെ ഏരിയ, നായിക്കുന്ന്, മാൻകടവ്, 1000 ഏക്കർ, കത്തിപ്പാറ, വടക്കേ 1000 ഏക്കർ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു മേഖല. ഏകദേശം അവിടെ 3100ഓളം കുടുംബങ്ങൾ വെള്ളത്തൂൽ പഞ്ചായത്തിലുണ്ട്. അങ്ങനെ 3500ഓളം കുടുംബങ്ങൾക്കാണ് മൊത്തം ഇവിടെ പട്ടയം കിട്ടേണ്ടത്. ഇനി ഇതുകൂടാതെ ചെങ്കുളം ഡാമിൻ്റെ കാശ്മീരിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്, പൊന്മുടി ഡാമിൻ്റെ കാശ്മീരിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്, അയ്യപ്പൻകോവിൽ ഉപ്പുകറയിൽ ഇനിയും 7 ചെയിനിൽ പട്ടയം കൊടുക്കാനുണ്ട്, ഇരട്ടയാർ ഡാമിൻ്റെ കാശ്മീരിൽ ഇടുക്കി താലൂക്കിൽ പെടുന്ന പ്രദേശങ്ങൾക്ക് പട്ടയം കൊടുക്കാനുണ്ട്. ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ ഈ പട്ടയം കിട്ടാതെ ഇങ്ങനെ ഈ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അതെ. അപ്പോൾ ഇതൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് മാങ്കുളത്ത് ആനക്കുളത്ത് പട്ടയമുണ്ട്, മാമലക്കണ്ടത്ത് പട്ടയമുണ്ട്. ഇതുപോലെയുള്ള വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പട്ടയം കിട്ടി. ഈ പ്രദേശത്തെ മാത്രം അവഗണിച്ചിട്ടിരിക്കുക. ഇനി ഇതൊന്നും കണ്ടില്ല എന്നിരിക്കാനൊന്നും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു പരാജയമല്ലേ ഇത്? എന്താ സംശയിക്കുന്നത്? ഗവൺമെന്റുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ നേരം. അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ പ്രതിനിധികളെ വെച്ച് ഘോരഘോരം പ്രസംഗിക്കും. അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ ഇതിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് ഇവർക്ക് സമയമില്ല. ഇവരൊക്കെ വേറെ കാഴ്ചപ്പാടുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ജനപ്രതിനിധികളുടെ അടുത്ത് ഈ വിഷയം ചോദിച്ചാൽ അവർ പറയും, ഓ നിങ്ങൾ പിണറായിയോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ MLA അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ MP അടുത്ത് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ കളം വെട്ടിക്കളി മാത്രമാണ് നടക്കുന്നത്. ഈ കളം കെട്ടിക്കളി അവസാനിക്കണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ, പൗരന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന കാലഘട്ടങ്ങളിൽ അവൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാതെ
ഇവിടെ വലിയ ഒരു പ്രക്ഷോഭ സമരം തന്നെ സംഘടിപ്പിച്ചാൽ മാത്രമേ ഇനി പറ്റുള്ളൂ. എന്താണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഒന്ന് പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇനി ഞങ്ങൾക്ക് സാധ്യതകളുള്ളൊരു സമയം. ഞങ്ങൾ ഇലക്ഷൻ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ബഹിഷ്കരിക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തും. പിന്നെ ശക്തമായ സമര പരിപാടികളിലൂടെ ഞങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിക്കും. ഇതിനി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ പട്ടിയെ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് മനുഷ്യനെ പോലെ ജീവിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമര പരിപാടികൾ രൂപീകരിക്കും. അതിനിപ്പോൾ ഈ ഗാന്ധിയൻ സമരമാർഗത്തിലൂടെയായിരുന്നു ഇതുവരെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി ഗാന്ധിയൻ സമരം ഉപേക്ഷിച്ച് ഒരു അക്രമ സമരമാണ് വേണ്ടതെങ്കിൽ അതിനു പോലും ഞങ്ങൾ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അതിന് പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ ഒന്നാണല്ലോ. ഇടതുപക്ഷമൊന്നോ വലതുപക്ഷമൊന്നോ BJP ഒന്നുമില്ല. എല്ലാവരും ഒന്നിച്ചു ചേർന്ന ഒരു സമരം ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒറ്റ വിഷയത്തിലാണല്ലോ. കാശ്മീരിലേക്ക് പട്ടയമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഒരു വികാരമാണ് കാശ്മീരിയുടെ പട്ടയം. അത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആളുകളുടെ ഇടയിൽ അത് വളർത്തിയെടുക്കാനായിട്ട് ഞങ്ങൾ സമരസമിതിക്ക് കഴിയും. അപ്പോൾ ഞങ്ങൾ ആ തരത്തിൽ ഇതുവരെ ഞങ്ങളൊരു ഗാന്ധിയൻ സമരമുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ മാറ്റും. ഇനി ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും.